എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 18, 2026. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ഗോൾഡിൽ കൂടുതലായിട്ട് ലെവൽസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഗോൾഡിൽ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ലെവൽസ് ഈ ഒരു ലെവൽസൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഈ വോളിയം പ്രൊഫൈലിലെ ഗ്രൂപ്പിനകത്ത് ഞാൻ ഇത് സാറ്റർഡേ ഇട്ട ലെവൽസാണ്. ഈ ഒരു ലെവല് നമുക്ക് ബൈയിങ് സോൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ലെവല് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കഴിഞ്ഞ ആഴ്ചത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 50-60 എന്നുള്ള ലെവൽ കഴിഞ്ഞ ലാസ്റ്റത്തെ വീക്കിനകത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കാരണം ഈ ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവൽ ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് സെല്ല് വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 78 ആയിരുന്ന ലെവൽ മാർക്കറ്റ് മൺഡേ ഓപ്പൺ ചെയ്ത ലെവലിന്റെ മേലെ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് ഒരു 68-69 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം ആ ലെവൽ ക്രോസ് ചെയ്തു. പക്ഷെ മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്തില്ല. ജസ്റ്റ് അവിടെ എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തു. നമ്മൾ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1 മിനിറ്റിലാണെങ്കിൽ നമുക്കത് സപ്പോർട്ട് എടുത്തു. പക്ഷെ എന്ത് ചെയ്തില്ല, മാർക്കറ്റ് വീണ്ടും ആ ലെവൽ 60 വന്നപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് സെല്ല് വന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു സോണിൽ നമുക്ക് സെൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ല് അവിടെ നിന്ന് എന്ത് ചെയ്തു, ആ സോണിൽ സെൽ ആക്റ്റീവായി മാർക്കറ്റ് ഒരു 10-40 പോയിന്റ് താഴെ വന്നു. വീണ്ടും മാർക്കറ്റ് നമ്മളെ റെസിസ്റ്റൻസിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും താഴെ വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലെവൽ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ പിന്നെ കുറേ ന്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു, അതിനുശേഷം ബ്രേക്ക് ചെയ്തു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്ത ന്യൂസ് ടൈമിൽ മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഫോളോ ചെയ്ത് താഴ്ത്തി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബൈയിങ് സോണാണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 സോണിലും ബൈയിങ് ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ഇന്നലെ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെവി ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളറ്റൈൽ ആയിരുന്നു. ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ക്യാൻഡിലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിലാണ്, 5 മിനിറ്റിലെ ക്യാൻഡിലാണ് വരുന്നുള്ളത്. 60 പോയിന്റ് ഒക്കെയാണ്. ഓക്കെ, അവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അത് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ആ ന്യൂസ് ടൈമിൽ മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. അതിനുശേഷം നമ്മൾ ലെവലിൽ വന്നു. ഓൾമോസ്റ്റ് നമ്മൾ SL-ന്റെ അടുത്ത് വരെ വന്നു. 64 ആയിരിക്കും നമ്മൾ SL ആയിട്ട് കൺസിഡർ ചെയ്യുക. അവിടുന്ന് 71 മാർക്കറ്റ് ഒരു 50 പോയിന്റിന്റെ മൂവ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലോസിംഗ് ടൈമിൽ താഴെ വന്നു. പക്ഷെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു, മാർക്കറ്റ് നമ്മളെ ലെവലിന്റെ മേലെ പോയി. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളെന്താണ് വരിക, ഈ ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ ആണ് വരുന്നത്. ഇത് ലാസ്റ്റ് വീക്കില് ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ ലെവൽസ് വെച്ചിട്ടാണ് ഇൻട്രാഡേ ലെവലും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവല് മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല. മീൻസ് അതിന്റെ മേലെ പോയി ക്ലോസ് കിട്ടി. സ്വാഭാവികമായിട്ട് ഈ ഒരു സോണാണ് നമുക്ക് സപ്പോർട്ട് സോണായിട്ട് വരിക. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു ഹൈ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആ ഹൈ വരെ ടച്ച് ചെയ്തു. മാർക്കറ്റ് ഒരു 10-50 പോയിന്റിന്റെ മൂവ് മാർക്കറ്റ് തന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു. ഓക്കെ, ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തു. സ്റ്റിൽ ഈ ലെവലാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ ക്ലോസ് കിട്ടിയത് കൊണ്ടായിരിക്കും മാർക്കറ്റ് മേ ബി ഈ ഒരു ലെവൽ വരെ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സോണിലേക്ക് സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഒരു ലെവലിൽ വന്നിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ SL ഉണ്ടാവുള്ളൂ, വലിയൊരു പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ആ ലെവലിൽ എന്താണ്, ആ ലെവലിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ആവുള്ളൂ. ഓക്കെ, കാരണം ഇത് സപ്പോർട്ട് സോണാണ് വരുന്നത്. ഇൻ കേസ് ഇനിയിപ്പോൾ താഴെ വന്നു കഴിഞ്ഞാലും ഇതിന്റെ മേലെ പോയി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ട്രെൻഡ് തന്നെയാണ് വരിക, ഈ ഒരു ടാർഗറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പം കളിക്കുന്നത് ഈ ഒരു സോണിനകത്ത് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലെവല് വരെ ഇത്രയും ദിവസം 1, 2, 3 ദിവസം മാർക്കറ്റ് എന്തായിരുന്നു, ആ ലെവലിന്റെ മേലെയായിരുന്നു. അതിനുശേഷം ഇന്നലെ അത് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ ഡൗൺ ആയി വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ വീക്ക്ലി ലെവൽസ് വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അതേപോലെ നമ്മളെ ഇന്നലത്തെ ലെവൽസ് വെച്ചിട്ട്, ഓക്കെ, ഇന്നലത്തെ ലെവൽസ് വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ 1 മിനിറ്റിലാണ് നോക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു കവറിങ് കിട്ടിയ ഏരിയാസ് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അപ്പം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വരികയാണെങ്കിലും ആ ഒരു സോണിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കാണുന്നവർക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടാൻ വേണ്ടി പറ്റും. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പ് ചെയ്ത ഏരിയാസാണ് ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ,
കാരണം ഇന്നലെ നമുക്ക് ഒരു ട്രാപ്പ് കിട്ടിയ ഏരിയാസ് ആണ്. അതിനുശേഷം മാർക്കറ്റ് ഇന്ന് അതിന്റെ മേലെ പോയി. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ലെവല് ഹോൾഡ് ചെയ്തില്ല, അത് ബ്രേക്ക് ചെയ്തു. അവിടുന്ന് മാർക്കറ്റ് ഒരു ഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ വേറെ ഒരു കവറിങ് കിട്ടിയ ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്, ഒരു കവറിങ് കിട്ടിയ ഏരിയാസ്. അപ്പോൾ അതിന്റെ ലെവൽസും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിലും ഈ ലെവൽസിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ ഇപ്പം മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു റീടെസ്റ്റിൽ സെല്ലും നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലെവലൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. അതായത് ഗ്യാപ്പ് കൊണ്ടൊന്ന് കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽസ് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇത് ഇപ്പോൾ ഇനി വീഡിയോ കാണുന്നതിന് ശേഷം ഈ ലെവൽസിൽ വരുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് ലെവൽസിലും എന്താണ് ചെറിയ ഇത് എസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സോണ് റെസിസ്റ്റൻസ് സോണാണ്. മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഫോളോ ചെയ്തു. നമുക്ക് ഏകദേശം ഒരു 17 ആയിരിക്കും എസ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്തില്ല, മാർക്കറ്റ് 9 വരെ വന്നിട്ടാണ് ഫോളോ ചെയ്തത്. കാരണം ഇതിന്റെ താഴെ നമുക്ക് വീക്കാണ്. പക്ഷേ ഈ ഒരു ഏരിയാസിലാണ് നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ടിൽ സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയാസ്. അപ്പം ആ ലെവൽസ് എന്തായാലും നാളത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ലെവൽസ് ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുന്ന മേ ബി ഈ ലെവൽസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക വീഡിയോ കാണുന്ന ടൈമിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഗോൾഡിൽ ഉള്ള ലെവൽസ്. അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ ലെവൽസ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെവൽസ് രാവിലെ കൊടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഓക്കെ, ഈ ഒരു ലെവൽസ് ആണ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ 1 മിനിറ്റിലാണ് എടുത്തത്. ഫസ്റ്റ് ക്യാൻഡിൽ ഏകദേശം എനിക്കൊന്ന് ഞാൻ 9:30 ടൈമിലാണ് മാർക്കറ്റിൽ ലെവൽസ് കൊടുത്തത്. ഓക്കെ, 9:30ക്കാണ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോണിലായിരിക്കും പ്രൈസ് വന്നിട്ടുണ്ടാവുക, 544 റേഞ്ചിൽ. ഒക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ലെവലിന്റെ മേലെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഈ ഒരു സോണാണ്, 589. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 723 വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഡേ ഹൈ. ഓക്കെ, ഡേ ഹൈ ആണെങ്കിലും ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 76 പോയിന്റിന്റെ ടാർഗറ്റ് നമുക്ക് ഡേ ഹൈ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് അതിന്റെ മേലെ ഒരു 19 പോയിന്റിനോട് മേലെ പോയിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ ആ ലെവലിൽ തന്നെ ടാർഗറ്റ് നോക്കിയാൽ നമുക്കൊരു 76 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു, അതിന്റെ റീടെസ്റ്റ്. ഓക്കെ, 1 മണി ഇത്രയാണ് നമുക്ക് 10:59, 10:58 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് പുട്ടിന്റെ ചാർട്ട് ഒന്ന് നോക്കി നോക്കാം, ആ ടൈമിൽ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തത്. ഓക്കെ, കാരണം നമ്മളെ കോളിന്റെ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വേണ്ടത്, പുട്ടിന്റെ ലെവലാണ് മാർക്കറ്റിൽ പോകേണ്ടത് അല്ലേ. അപ്പോൾ ടൈം ഒന്നുകൂടി 20. റീടെസ്റ്റ് എടുത്തത് 10:56, 10:59. ഓക്കെ, 10:56, 10:59. ഓക്കെ, ഈ ഒരു ക്യാൻഡിലായിരിക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ക്യാൻഡിലായിരിക്കും നമുക്ക് എന്ത് ചെയ്ത് റീടെസ്റ്റ് വന്നിട്ടുള്ളത്. ഏകദേശം എന്താണ് പ്രൈസ് 400 ഉണ്ടായിരുന്ന പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 558 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അത്ര പോയിന്റ് ഏകദേശം ഒരു 150 പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ SL എത്രയാണ് വരിക, നമ്മൾ SLന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്വാഭാവികമായിട്ട് ഇതിന്റെ മേലെ ആയിരിക്കും നമ്മൾ SL ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 25 പോയിന്റ് ആയിരിക്കും നമുക്ക് SL വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മളെ വോളിയം പ്രൊഫൈൽ നമുക്ക് ലൈവിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് അല്ലേ, ഏകദേശം 10-11 സംതിങ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സോണ്, ഓക്കെ, ഈ ഒരു സോൺ എന്ത് ചെയ്യാം, എവിടെയാണ് നമ്മൾ കവറിങ് എന്നത് എല്ലാവർക്കും അറിയാം, വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ കവറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ കവറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തതിനെക്കാട്ടി നല്ലത് എന്തായിരുന്നു, നമുക്ക് CKനകത്ത് നമുക്ക് എവിടെയാണ് മാർക്കറ്റ് നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തത്, ആ സമയത്ത് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴെ പോയി. അതിനുശേഷം ഞാൻ ഒരു ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുട്ടിന്റെ കവറിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ, മീൻസ് അത് താഴെ പോയി ഫെയിൽ ആയാലും തിരിച്ചത് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് തിരിച്ച് ആക്റ്റീവ് ആവുക,
ഈ സോണിലാണ് തിരിച്ച് ആക്റ്റീവ് ആവുക. തിരിച്ച് ആക്റ്റീവ് ആയിട്ടില്ല. മാർക്കറ്റിൽ റെസിസ്റ്റൻസ് എടുത്തത് എപ്പോഴാണ്? ടൈം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഗ്യാപ്പിൻ്റെ താഴെ. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്യാപ്പ് ലൈവിൽ വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ. എത്ര മണിക്കാണ്? 2:30 നമുക്ക് എന്ത് ആ ലെവലിൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2:30 ജസ്റ്റ് പുട്ടിൻ്റെ ചാർട്ടിൽ പോവുക. ഇതിപ്പോൾ നമ്മൾ വേറെ നോക്കുന്നില്ല, ഇൻഡെക്സ് നോക്കുന്നില്ല, ഒന്നും നോക്കില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, 2 ക്യാനിൽ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളെ ലെവലിൻ്റെ താഴെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, പുട്ടിൽ കവറിങ്ങിൻ്റെ ലെവൽ മേലെ പോയിട്ടില്ല. 2:30 എത്രയാണ് പ്രൈസ്? 540 മാർക്കറ്റ് എത്ര വരെ പോയി? ഏകദേശം 840, 300 പോയിന്റ് പോയി. ഓക്കെ, സ്റ്റിൽ ഓക്കെ, നമ്മളത് നോക്കുന്നില്ല. ഓക്കെ, ഞാൻ തന്ന ലെവൽസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. തന്ന ലെവൽസിൽ എന്താണ്, നമുക്ക് ഒരു ബൈ ആക്റ്റീവായി ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു, താഴെ പോയി. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും നമ്മളെ ലെവലിന് മേലെ 1 മിനിറ്റ് ക്യാനിൽ ക്ലോസ് കിട്ടി. മാർക്കറ്റ് ലെവലിൽ ഒറ്റ ക്യാൻ ലെവലിൽ ഇതിനെ താഴെ പോയിട്ടില്ല. ഓക്കെ, ഏറ്റവും ഡിസ്കൗണ്ടിൽ നമുക്ക് ബൈ വന്നു മാർക്കറ്റിൽ. നമ്മൾ സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണ് നോക്കുന്നതെങ്കിൽ എവിടെയാണ് നമ്മൾ ടാർഗറ്റ് വെക്കുക? ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് അല്ലേ. ഈസി ആയിട്ട് എന്ത് ചെയ്തു, ഒരു 5 പോയിന്റോ 10 പോയിന്റോ റിസ്ക്. ഏറ്റവും ഡിസ്കൗണ്ടിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഏറ്റവും ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 100 പോയിന്റ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 170 പോയിന്റിന്റെ മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ലെവലിൽ മാർക്കറ്റിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നിങ്ങളൊരു കോളിന്റെ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു ഒരു കോള്. ഓക്കെ, 40 രൂപയുള്ള കോള് ഏകദേശം 90 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് റെസിസ്റ്റൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിവിടെ പുട്ട് മേടിക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിന്റെ കവർ ചെയ്ത ഏരിയാസിലാണ് റെസിസ്റ്റൻസ് എടുത്തിരുന്നത്. അവിടെ നമ്മൾ പോയിട്ട് ഒരിക്കലും പുട്ട് മേടിക്കത്തില്ല. ഓക്കെ, നമുക്ക് നമ്മളേതായ ലോജിക് ഉണ്ട്. അതിനുശേഷം എന്താണ്, മാർക്കറ്റ് വീണ്ടും ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, അപ്സൈഡ് ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് എടുത്തു. നമ്മൾ ലെവൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 10-300 പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പുട്ടിന്റെ ലെവൽസ് ഞാൻ ലൈവിൽ പറയുന്നതാണ്. പുട്ടിന്റെ ലെവൽസ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ല, കാരണം ഗ്രൂപ്പിൽ കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ 2 ലെവൽസ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതിനകത്ത് എപ്പോഴൊക്കെയാണ് 1 മിനിറ്റ് ക്യാനിൽ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ആവുന്നത്, അപ്സൈഡ് ആക്റ്റീവ് ആവുന്നത്, നമ്മൾ സി ആക്റ്റീവും, എപ്പോഴൊക്കെയാണ് 1 മിനിറ്റ് ക്യാനിൽ താഴെ ബ്രേക്ക് ചെയ്യുന്നത്, പി ആക്റ്റീവ് ആവും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പി എടുക്കാത്തതിന് റീസൺ ഞാൻ പറഞ്ഞു, ലൈവിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം മാർക്കറ്റ് ഒരുപാട് ടൈം കളിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഡീക്ക് വന്നിട്ടായിരിക്കും ലെവലിന്റെ താഴെ പോകുന്നത്. ഓക്കെ, പക്ഷേ ഓക്കെ, നമ്മൾ SL ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ SL ആണ് നമ്മൾ അംഗീകരിച്ചു, 25 പോയിന്റ് SL ആണ്. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് 3 ട്രേഡ് ഈസി ആയിട്ട് 10-300 പോയിന്റിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ട് എവിടെയാണ് കവർ ചെയ്തത്, കറക്റ്റ് അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ലെവൽസൊക്കെ കഴിഞ്ഞ ദിവസത്തെ ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സപ്പോർട്ട് സോണാണെന്ന്. പക്ഷേ മാർക്കറ്റ് അവിടെ വന്നില്ല. എവിടെയാണ് 394 വരെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോയത്. ഓക്കെ, ഈ ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ വന്നില്ല. ഈ 2 ലെവൽസാണ് കൊടുത്തത്. അതിനെപ്പറ്റി മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പുട്ടിൻ്റെത് വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കെല്ലാം അറിയാം കവറിങ് എന്താണെന്ന്. അപ്പോൾ എവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുക, എവിടെയാണ് സപ്പോർട്ട് എടുക്കാമെന്നും അവർക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അതിന്റെ ബേസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നാളത്തേക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ സിഗ്നൽസിന് വേണ്ടി ആരും വരേണ്ടതില്ല. വോളിയം പ്രൊഫൈൽ പഠിച്ച് അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് നമ്മളേതായ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാനും അത് വെച്ച് ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിൽ ആക്സസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, പഠിക്കാൻ താല്പര്യമില്ലാതെ ജസ്റ്റ് സിഗ്നൽസിന് വേണ്ടി ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.